ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് മറ്റന്നാളെ ഉച്ചയ്ക്ക്, അതായത് മെയ് 26 ഉച്ചയ്ക്ക് 3 മണിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കട്ടെ. മെയ് 26 നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക്. സോ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്, സാറേ ഇത്തവണ റിസൾട്ട് എങ്ങനെയായിരിക്കും, അതിനകത്ത് പാസ് മാർക്കിലോട്ട് എത്താൻ സാധിക്കുമോ, A+ന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നല്ല. സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ വഴി നമ്മൾ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്പൊ മാർക്ക് എത്ര കുറവാണെങ്കിലും, അതിപ്പം +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു, നിങ്ങൾക്ക് മാർക്ക് എത്ര കുറവായിക്കോട്ടെ, 1, 2, 3, 4, 5 ഒക്കെ ആണെങ്കിലും അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. മാത്രമല്ല പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു, ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം പാസ് മാർക്കിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് കുറഞ്ഞവര് മുൻ വർഷങ്ങളിൽ അവരെന്താണ് ചെയ്തത്, അവർ പിന്നീട് എങ്ങനെ നല്ലൊരു കോഴ്സ് എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോയി സക്സസ് ആകാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഐ ബട്ടണിൽ ഇപ്പോൾ ഒരു വീഡിയോ കാണാം. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകും. നിങ്ങൾക്ക് യാതൊന്നും പേടിക്കേണ്ടതില്ല. സോ അതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ടോളൂ. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും വെക്കാം. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻ കേസ് നിങ്ങൾക്ക് അതിനകത്ത് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം. അതല്ല നിങ്ങളിപ്പം ഏതെങ്കിലും സബ്ജക്റ്റുകൾ അതിനകത്ത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ഫെയിൽ ആയത് അതെല്ലാം വീണ്ടും അതിനകത്ത് ഒരു മാസത്തിനുള്ളിൽ എക്സാം വരും, സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ സേ എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഫെയിൽ ആയ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അതുപോലെ അതിനകത്ത് 6 മാർക്കുമായിട്ട് ഫെയിൽ ആയി വന്നിട്ട് നമ്മുടെ ബാച്ചിൽ കണ്ടോ, സേ ബാച്ചിൽ ജോയിൻ ആയി 32 മാർക്കിലോട്ട് എത്തിയ കേസുകൾ. അതുപോലെ തന്നെ ഈ ഒരു പയ്യന് 8 മാർക്കാണ് +1 അതുപോലെ തന്നെ പ്ലസ് ടുവിലാണെങ്കിൽ 5, 7 കണ്ട 28 മാർക്ക് വേണമായിരുന്നു, നേടിയെടുത്തു. 2 സബ്ജക്ട് ഫെയിൽ ആയിരുന്നു. അതുപോലെ കെമിസ്ട്രി ഫെയിൽ ആയ കേസുകൾ, അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ഫെയിൽ ആയ കേസുകൾ. അതുപോലെ തന്നെ ഈ ഒരു കേസ് 40 അറൗണ്ട് മാർക്കാണ് പിന്നീട് ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റിന് പിന്നീട് പ്ലസ് ടുവിൽ അതിനകത്ത് ഫിസിക്സ് എഴുതിയിട്ട് 40 മാർക്കാണ് നമ്മുടെ ബാച്ചിൽ ഇതിനകത്ത് ലഭിച്ചത്. അപ്പൊ ഇതുപോലെ 17, 30, 10, 28 അതുപോലെ ഈ കേസിൽ ബയോളജിയും മാത്സും, അപ്പൊ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ അതിനകത്ത് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. അതുപോലെ ഒരുപാട് കേസുകൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 14, 32 ഇതെല്ലാം അതിനകത്ത് വിത്ത് പ്രൂഫ് നമ്മൾ പറയുകയാണ്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം തന്നെ നമ്മുടെ ഇനിയിപ്പം സേ എക്സാം, ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് അതിനകത്ത് ഓരോ സബ്ജക്ട് വൈസ് നിങ്ങൾ പഠിക്കേണ്ടത്, അതിന്റെ വെയിറ്റേജ് കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ വീഡിയോ ആക്കിയിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എനേബിൾ ആക്കാൻ മറക്കണ്ട. ഒപ്പം തന്നെ നമ്മൾ അതിനകത്ത് നമ്മൾ നൽകുന്ന ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടി നിങ്ങൾ ജോയിൻ ആയിക്കോളൂ. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. സേ ഇംപ്രൂവ്മെന്റ് എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങൾ, വെയിറ്റേജ് കാര്യങ്ങളെല്ലാം അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ആകാൻ മറക്കണ്ട. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ എന്റെ നമ്പർ ഇപ്പം റിസൾട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനെല്ലാം ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അപ്പൊ നമ്പർ ഇതാണ്, 77 36 70 70 45. സോ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മളെ കാര്യങ്ങളിലോട്ട് വരാം. അതിനകത്തെ ഇത്തവണ അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഇതിനകത്തെ ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ടതിലോട്ട് നമുക്ക് വരാം. സോ 2025 കേസ് നോക്കൂ നിങ്ങൾ. 2025 83.25% അതിനകത്ത് പാസ് പെർസെന്റേജ്. 2025 കേസ് നിങ്ങൾ ഈ സബ്ജക്റ്റുകളിലൊക്കെ എക്സാം എങ്ങനെയായിരുന്നു എന്നുകൂടി നിങ്ങൾ അറിയണം. ഫിസിക്സ് അതിനകത്ത് ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. കെമിസ്ട്രി ആണെങ്കിൽ ഭയങ്കര ടഫ് ആയിരുന്നു. ഇതുവരെ നടന്ന കെമിസ്ട്രി എക്സാമുകളിൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു 2025. ദെൻ ബോട്ടണി ആണെങ്കിലും അതിനകത്ത് ഒരുപാട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് പോലും ഈ ഒരു 83.25 വന്നില്ലേ. പക്ഷെ 2026 കേസ് എന്താണ്? 2026 ഫിസിക്സ് 2025 പോലെ ടഫ് ആയിരുന്നില്ല. അതുപോലെ തന്നെ കെമിസ്ട്രി വളരെ സിമ്പിൾ ആയിരുന്നു 2025 വെച്ച് നോക്കുമ്പോൾ. സുവോളജിയും വളരെ എളുപ്പമായിരുന്നു. അപ്പം അതിനകത്ത് നിങ്ങൾ പറയും മാത്സ് ടഫ് ആയിരുന്നില്ലേ. പക്ഷെ മാത്സിന്റെ കേസിലും പാസ് മാർക്കിനുള്ള മാർക്കൊക്കെ അതിനകത്ത് ഈസി ആയിട്ടുള്ളത് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഡബിൾ പാസിന് മുകളിലൊക്കെ ആയിരുന്നു മാത്സ് ടഫ്. അപ്പം നിങ്ങൾ നമ്മൾ അതിനകത്ത് സാധാരണ പഠിക്കുന്ന മാട്രിക്സ്, LPP, വെക്ടേഴ്സ്, 3D ജോമെട്രി ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ പാസ് പെർസെന്റേജ് കൂടാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട. മുൻ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷത്തെക്കാളും ഒക്കെ ഒരുപാട് പേര് അതിനകത്ത് പാസ്സാവും. അപ്പൊ നിങ്ങൾ അക്കാര്യത്തിൽ യാതൊരു ടെൻഷനും അടിക്കേണ്ട. ഇനി A+, അപ്പൊ മാത്സ് ടഫ് ആയിരുന്നില്ലേ, A+ കുറയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അല്ലേ ടഫ് ആയിട്ടുള്ളൂ, ഇംപ്രൂവ്മെന്റ് ചാൻസ് ഉണ്ടല്ലോ. അവിടെ നിങ്ങൾ എത്ര ഇംപ്രൂവ് ചെയ്തിട്ടാണ് മാർക്ക് കൂടിയതെന്നും സർട്ടിഫിക്കറ്റിൽ കാണിക്കില്ല. നിങ്ങൾക്ക് ഒരു മാസം സമയമുണ്ട്. ഇംപ്രൂവ്മെന്റ് അതിനകത്ത് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ A+ നിങ്ങൾക്ക് നേടാനുള്ള സമയമുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ മാത്സ് കൂടി A+ നേടിക്കോളൂ.
അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു കാര്യവും നിങ്ങൾ പേടിക്കാനില്ല. അപ്പം അതാണ് ഇപ്പം ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് കാര്യങ്ങളെല്ലാം അതിന്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം അറിയാൻ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കേണ്ട. ഒപ്പം അതിനകത്ത് ഈ ഒരു നമ്പർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ് ബാച്ചസ് ഒക്കെ നമ്മൾ അതിനകത്ത് മാത്സ് വരുമ്പോൾ നിങ്ങളിപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അല്ലാണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇപ്പം സാധാരണ ലെവലിൽ നിങ്ങൾക്ക് പലപ്പോഴും യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ടാവും, പക്ഷെ പലർക്കും അത് കണ്ടാലൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ബേസ് തൊട്ട് തന്നെ സിമ്പിൾ ആക്കിയിട്ട് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ റിസൾട്ട് ഒക്കെ കണ്ടല്ലോ ആ രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് ഒന്നും പേടിക്കണ്ട. നിങ്ങൾ എവിടെ ജോയിൻ ആവുമ്പോഴും നിങ്ങൾ അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ആവുക. നമ്മൾ ഏത് ടോപ്പിക്കിൽ നിങ്ങൾ ഡെമോ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ വെച്ച് തരും. എന്നിട്ട് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ആയാൽ മതി. കാരണം നിങ്ങൾക്ക് ഈ സേ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം +1 +2 ഒക്കെ എഴുതേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിനൊന്നും നിൽക്കരുത്. എവിടെ ജോയിൻ ആവുമ്പോഴും നല്ല അതിനകത്ത് ക്ലാസ്സുകൾ നിങ്ങൾ മനസ്സിലാവുന്ന ക്ലാസ്സുകളിൽ ജോയിൻ ആവുക എന്നുള്ളതാണ്. അപ്പം A+ന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.